ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഒരേ ദിവസം ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ചെയ്ത 2 ലുക്സാണ് ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. ഞങ്ങൾ ബേസ് ചെയ്തിട്ടുള്ളത് കൊച്ചിയിലാണ്, എടപ്പള്ളി. എല്ലാ വർക്ക്സും ഞങ്ങളിവിടെ സ്റ്റുഡിയോയിലാണ് എല്ലാവരും റെഡിയാക്കി വിടാറുള്ളത്. ഓൾസോ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് കൂടിയിട്ട് ഫോളോ ചെയ്ത് വെക്കാം. ഇൻ ദ സെയിം നെയിം ജെനി പ്രൊഫഷണൽ മേക്കപ്പ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ പേജ് കാണണമെങ്കിൽ ഒരു ഹായ് കമൻറ്റ്സ് ലീവ് ചെയ്യുക ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് ഫോർ മോർ വെഡ്ഡിങ് ഇൻസ്പിറേഷൻസ്. അപ്പോൾ ആദ്യത്തെ വെഡ്ഡിങ് ലുക്കായിരുന്നു, ഗൗണായിരുന്നു ബ്രൈഡിൻ്റെ അറ്റയർ. പിന്നെ ഈയിടെയായിട്ട് കൂടുതലും ബ്രൈഡ്സ് ഓപ്പൺ ഹെയർ സ്റ്റൈൽസ് വെഡ്ഡിങ്ങിനായിട്ട് പ്രിഫർ ചെയ്യാറുണ്ട്. സോ ബ്രൈഡിനും ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈലായിരുന്നു വെഡ്ഡിങ്ങിന് വേണ്ടത്. അതുകൊണ്ട് അങ്ങനെ നന്നായിട്ട് മൂവ്സൊക്കെ ചെയ്ത് കുറച്ച് ലാസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഓപ്പൺ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. കുറച്ച് ലൂസ് കേൾസാണ് ഈ ഹെയറിൻ്റെ കൂടെ ചെയ്തത്. മന്ത്രകോടിക്കും ഈ സെയിം ലുക്ക് തന്നെ ഹെയർ സ്റ്റൈലിലും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രൈഡ് നോക്കുന്നത്. സോ ലാസ്റ്റ് ടൈം ഞാൻ ലോങ് വീഡിയോയിൽ ഒരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ് ഇട്ടത്. സോ ഫോർ ദ അപ്കമിങ് വീഡിയോസ്, ഫോർ ദ ഫ്യൂച്ചർ വീഡിയോസ്, എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെന്ന് ഒന്ന് കമൻസിൽ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനത്തെ ലുക്സ് ക്രിയേറ്റ് ചെയ്ത് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാം. ഓൾമോസ്റ്റ് ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്തിട്ട് ഒന്നും കൂടി മേക്കപ്പിൻ്റെ ഫൈനൽ ഫിനിഷസ് ഒന്നും കൂടി ചെയ്തു. ഈ ഗൗൺ ലുക്കിൻ്റെ നെക്ക് പാറ്റേൺ കുറച്ച് ഡിഫറെൻ്റ് ആണ്, അതിന് ഈ വീഡിയോയിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം വെരി മിനിമൽ ആയിട്ടുള്ള ഒരു ഡയമണ്ടിൻ്റെ നെക്ലസ് കൂടിയിട്ടാണ് പെയർ ചെയ്തിട്ടുള്ളത്. ഈ ഗൗണിൻ്റെ നെക്ക് പാറ്റേൺ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഫ്രണ്ടിൽ വി ഷേപ്പിലും ബാക്കിൽ ഹൈ നെക്കും ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു. ഈ ബ്രൈഡൽ ബൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് ജെനി ഫ്ലോറിൽ നിന്നാണ്. സോ ഹിയർസ് ദ ഫൈനൽ ലുക്ക്. അപ്പം ഇതാണ് ഫസ്റ്റ് ബ്രൈഡിൻ്റെ ലുക്ക്. പിന്നെ ബ്രൈഡിൻ്റെ ഒപ്പം ബ്രൈഡിൻ്റെ മദറിനും സിസ്റ്ററിനും ഒക്കെ മേക്കപ്പും ഹെയറും ഡ്രേപ്പിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. ഇത് നെക്സ്റ്റ് ബ്രൈഡ് എൻഗേജ്മെൻറ്റ് ലുക്കാണ്. ഇത് റെഡ് കളർഡ് ബ്രൈഡൽ ലെഹങ്കയാണ് ബ്രൈഡ് ഇടുന്നത്. അതിൻ്റെ ഒപ്പം കുറച്ച് ഗ്ലോസി ആയിട്ടുള്ള പിങ്ക് ഗ്ലോ എന്ന പോലത്തെ ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്തത്. ഇത് ഫുൾ എയർ ബ്രഷ് മേക്കപ്പ് ആയിരുന്നു.
എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ എല്ലാ ബ്രൈഡ്സിനും തന്നെ എൻഗേജ്മെൻറ്റിന് റെഡ് കളറാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുക. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് റെഡ് കളറിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് കളർ ഓർണമെൻറ്റ്സ് ആണ് എല്ലാ ബ്രൈഡ്സും തന്നെ സെലക്ട് ചെയ്യാറ്. മെയിനായിട്ടുള്ളൊരു പെയറിങ് റെഡ് വിത്ത് ഗ്രീനാണ്. ഗ്രീൻ എന്ന് പറഞ്ഞൊരു എംറോൾഡ് കളർ പോലത്തെ ഗ്രീൻ. അതല്ലാതെ പിന്നെ കണ്ടുവരുന്നത് ആൻറ്റീക് കളേഴ്സിലുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള റെഡ് കളേഴ്സിൻ്റെ ഒപ്പം മാക്സിമം അതിൽ ഗോൾഡൻ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം സിൽവറിൻ്റെ കവറിങ് വരുന്ന ഓർണമെൻറ്റ്സ് ഒക്കെ ഫുള്ളി ബ്രൈഡ്സ് അവോയ്ഡ് ചെയ്യുക. ആൻറ്റീക് കളർ അല്ലെങ്കിൽ റോസ് ഗോൾഡ് ഫിനിഷിലുള്ള എന്ത് ഓർണമെൻറ്റ്സ് ആണെങ്കിലും അത് കുറച്ച് സേഫായിട്ട് പോകും ഈ റെഡ് കളേഴ്സിൻ്റെ ഒപ്പം. ബ്രൈഡിന് ഇവിടെ ടെക്സ്ചേർഡ് ഹെയറാണ് കൊടുത്തത്. ബാക്കിലേക്കുള്ള ഹമ്പിൽ ഫുൾ ടെക്സ്ചേഴ്സും സൈഡിലും അല്പം ടെക്സ്ചേഴ്സ് കൊടുത്തിട്ട് ഫുള്ളായിട്ട് ലൂസ് കേൾസിൽ അഴിച്ചിടുന്ന ഒരു ഹെയർ സ്റ്റൈലിംഗ് ആണ്. ഈ റെഡ് ലെഹങ്കയ്ക്കൊപ്പം ഗോൾഡൻ ബീഡ്സും ബ്രൈറ്റ് റെഡും കൂടി ആയിട്ടുള്ള ബീഡ്സ് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് പെയർ ചെയ്തിട്ടുള്ള ഒരു ഹെയർ പീസാണ് ആഡ് ചെയ്തത്. ഹെയർ സ്റ്റൈലിംഗ് കഴിഞ്ഞിട്ടാണ് ഈ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടത്. ഇതിൻ്റെ സൈഡിൽ ക്ലിപ്പില്ലാഞ്ഞുകൊണ്ട് കുറച്ച് ട്രിക്കി ആയിരുന്നു ഇതൊന്ന് ഇടാൻ. സ്റ്റുഡിയോയിൽ ഒരുപാട് തിരക്കില്ലാത്ത ഒരു ദിവസത്തെ വീഡിയോ ആണിത്. അധികം തിരക്കില്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ലോങ് വീഡിയോസ് എടുക്കാനായിട്ട് എളുപ്പമായതുകൊണ്ടാണേ. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത്. സെയിം ബ്രൈഡിൻ്റെ വെഡിങ് ലുക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജെനി പ്രൊഫഷണൽ മേക്കപ്പ് എന്ന അക്കൗണ്ട് ഇൻസ്റ്റഗ്രാമിൽ നോക്കുവാണെങ്കിൽ യു ക്യാൻ സീ ഹർ വെഡിങ് ലുക്ക് ഓൾസോ. വെഡിങ് ലുക്കിനും ലൂസ് ഹെയർ ആയിരുന്നു, പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ആ ലൂസ് ഹെയർ ചെയ്തത്. ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. സോ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ കമൻസ് എല്ലാം ഒന്ന് അറിയിച്ചേക്കണേ. സബ്സ്ക്രൈബ് ഫോർ മോർ ജെനി പ്രൊഫഷണൽ മേക്കപ്പ്.